പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടി കൊടുത്തപ്പോൾ തന്നെ ഇന്ത്യ പറഞ്ഞതാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, 2.0 വരുന്നുണ്ട്, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നില്ല എങ്കിൽ അതിൻ്റെ അടി കിട്ടിയിരിക്കും എന്നുള്ളത്. ഇപ്പോൾ ചെങ്കോട്ടയിൽ നമ്മൾ കർഷക സമരത്തിലെ കണ്ടതാണ്. ചെങ്കോട്ടയിൽ ഖാലിസ്ഥാൻ കൊടിയൊക്കെ പറത്താൻ വേണ്ടി പോയതും അന്നുണ്ടായ പ്രക്ഷോഭമൊക്കെ നമ്മൾ അപ്പോൾ അന്ന് ഈ ചെങ്കോട്ട ഇവരൊക്കെ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ നമ്മുടെ ഏജൻസികൾക്ക്, കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കൊക്കെ കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നേരത്തെ കശ്മീരിൽ ഇസ്രായേൽ വിമാനങ്ങൾ പറന്നിറങ്ങിയത്, ഒരു അടിയന്തര സാഹചര്യത്തിൽ പറന്നിറങ്ങിയതുപോലെ ബംഗ്ലാദേശിൻ്റെ അതിർത്തികളിൽ ഇസ്രായേൽ വിമാനങ്ങൾ വരുന്നു അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു എന്നുള്ള ഒരു വിവരങ്ങൾ പുറത്തു വരുന്നു. അതിനോടൊപ്പം തന്നെ ഈ തുർക്കിയെ നമ്മൾ നോട്ടമിട്ട് കഴിഞ്ഞു. തുർക്കിയുടെ 4 ചുറ്റും നമ്മുടെ ബ്രഹ്മോസും ആകാശ് മിസൈലും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. തുർക്കിയെ നമ്മൾ നോട്ടമിട്ട് കഴിയുകയും ചെയ്തു. തുർക്കിയുടെ ഒരു വിമാനം അജ്ഞാതൻ ആകാശത്ത് വെച്ച് തന്നെ തവിട് പൊടിയാക്കിയിട്ടുണ്ട്. അതിൽ ആയുധങ്ങളും മറ്റ് സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ചരക്ക് കൊണ്ടുപോയതാണ്. എങ്ങോട്ടാണ് ആ ചരക്ക് കൊണ്ടുപോയത് എന്നുള്ളത് മനസ്സിലായ അജ്ഞാതൻ ആരോ കയറി ചാമ്പി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ബംഗ്ലാദേശിൽ ഇസ്രായേൽ വിമാനങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഒരു അസാധാരണ നീക്കം നടക്കുന്നു എന്ന് വേണ്ടേ നമ്മൾ കരുതാൻ? അപ്പോൾ ഏത് നിമിഷവും ശത്രു രാജ്യങ്ങൾക്ക് എന്തും സംഭവിക്കാം. തീർച്ചയായിട്ടും അതിനകത്ത് ഈ താമസമല്ല നമ്മുടെ സർജിക്കൽ സ്ട്രൈക്ക് ഇതിനു മുമ്പൊക്കെ നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ കാർഗിൽ യുദ്ധം ഒക്കെ അറിയാമല്ലോ. അപ്പം നമ്മളുടെ ഏത് വേണ്ടപ്പെട്ട ഒരു അവസ്ഥ, യുദ്ധമായാലും മറ്റ് നമുക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് കൂട്ടായിട്ട് നിൽക്കുന്ന 2 രാജ്യങ്ങൾ, വിശ്വസിക്കാവുന്നത് നമുക്ക് കൂട്ടായിട്ട് നിൽക്കുന്ന 2 രാജ്യങ്ങൾ, ഒന്ന് ഇസ്രായേലും ഒന്ന് റഷ്യയുമാണ്. ഇപ്പോൾ എല്ലാത്തിനകത്തും അവരുടെ ഒരു ഡയറക്ഷനിൽ കൂടിയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. കാരണം ആയുധത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം ടെക്നോളജി ബേസ് റഷ്യയുടെ അല്ലേ നമ്മൾ, അല്ലെങ്കിൽ എല്ലാം. അത് കഴിഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ കൂടെ ഇപ്പം സിന്ധൂറിന് ശേഷം പറയുന്നത് ഞങ്ങളുടെയും കൂടെ പറയണം, ഞങ്ങളുടെയും കൂടെ ആണ്, നമുക്ക് ഒന്നിച്ച് നിർമ്മിക്കാം. എന്നാൽ സിന്ധൂറിന് ശേഷം നമ്മുടെ ആയുധങ്ങൾക്ക് വലിയൊരു ഡിമാൻഡാണ്. അപ്പം നമ്മളുടെ ആയുധങ്ങൾ സിന്ധൂറിനകത്ത് ഇസ്രായേലിൻ്റെ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ആയുധത്തിന് ഡിമാൻഡാകും, റഷ്യയുടെ ആകുമ്പോൾ റഷ്യയുടെ ഡിമാൻഡാകും. അപ്പോൾ ആ രീതിയിലൊക്കെ സംസാരം. അപ്പോൾ അതല്ലേ ഞാൻ പറഞ്ഞത്, ഇപ്പം സിന്ധൂർ 2-നകത്ത് നമ്മൾ വേറെ ഒരു രാജ്യത്തിൻ്റെയും പലരും നമ്മളോട് ചോദിച്ചു ഞങ്ങളുടെ സഹായം വല്ലതും വേണോ, ഞങ്ങളുടെ സഹായം വേണം, ആരുടെയും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ആണ്. പക്ഷേ അതിനകത്ത് ആരുടെയും വേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പോലും നമ്മളെ വേണ്ട വിധത്തിൽ നമ്മുടെ പരോക്ഷമായിട്ട് സഹായം റഷ്യയുടെ ഭാഗത്തുനിന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും. ഇസ്രായേൽ അന്നേ അവിടെ വിമാനം ഇറങ്ങി കാശ്മീരിൽ ഹമാസിൻ്റെ രീതിയിലുള്ള ഒരാക്രമണത്തിൻ്റെ ഒരു മുന ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ തിരിച്ചടിയിലും പ്ലാനിങ്ങും എങ്ങനെയാവണമെന്നുള്ള രീതിയിലും അത് പരിശോധിക്കുന്നതിന് വേണ്ടി അവിടെ ഇറങ്ങി. അവരെ പിന്നെ തിരിച്ചു പോയാൽ പോയില്ലെന്നൊന്നും അറിയത്തില്ല. സിന്ധൂർ ഓപ്പറേഷൻ നടന്നു. ഇപ്പം ഈ ഒരു ഓപ്പറേഷൻ ശേഷം, ഡൽഹി ഓപ്പറേഷൻ ശേഷം നമ്മൾ പഠിക്കേണ്ടത് 2-3 രാജ്യങ്ങൾ തീർത്ത് കത്തുക. ഡൽഹിയിൽ 6 മണിക്ക് യാദർച്ഛ്യമായി, ഇപ്പോൾ വരുന്ന റിപ്പോർട്ടനുസരിച്ച് യാദർച്ഛ്യമായിട്ട് ബോംബ് ഉണ്ടാക്കാൻ കൊണ്ടുപോയതിന് സ്ഫോടക വസ്തു അവിടെ വെച്ചങ്ങ് പൊട്ടിത്തെറിച്ചോ, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടായെന്നുള്ളതാണ്. യഥാർത്ഥത്തിലുള്ള സ്ഫോടനമായിരുന്നെങ്കിൽ അവിടെ ഭയങ്കര ഗർത്തമുണ്ടായതിന് 6 കിലോമീറ്റർ ചുറ്റളവിൽ നാശനഷ്ടം ഭീകരമായത്. കാരണം ബോംബിങ്, അമോണിയം നൈട്രേറ്റ് അത്രയ്ക്ക് മാരകമായിട്ടുള്ളത്. അപ്പോൾ ഇവൻ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു, ബാക്കിയുള്ളവരെല്ലാം പിടിച്ചു. അപ്പം അവൻ ചാവേറാണല്ലോ, ചിലപ്പോൾ ഹൂത്തികളുടെ എല്ലാം വേണ്ടി എങ്ങനെയും ആ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി കാറൊക്കെ മേടിച്ചിട്ടൊക്കെ അത് ചെയ്യാൻ വേണ്ടി. പക്ഷേ അന്വേഷണ ഏജൻസി കൂടെ ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ ഇവൻ അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലാവോ, എന്തുവരെ ഇത് പൊട്ടിത്തെറിച്ചു. അപ്പം അവന്മാർക്ക് ഒത്തിരി പ്ലാനിങ് ഉണ്ടായിരുന്നു. ഈ പൊട്ടിത്തെറി പ്ലാനിങ്ങിൽ കൂടിയല്ല, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. അപ്പം അതാണ് അതിനകത്തൊന്ന് മനസ്സിലാകുന്നത്. അപ്പം പറഞ്ഞു വന്നത്, ഇതിനകത്ത് ഇതിന് ശേഷം, ഈ പൊട്ടിത്തെറിക്ക് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ 1-2 രാജ്യങ്ങൾ കലാപമാണ്. 6 മണിക്ക് ഇവിടെ ഇത് പ്രശ്നമുണ്ടായി. അതിനുശേഷം ബംഗ്ലാദേശിൽ രാത്രി 30 പൊട്ടി. 3 മണിക്ക് തുടങ്ങിയ പൊട്ടൽ വെളുക്കോളം തീർന്നു. ഊനസിൻ്റെ ബാങ്കിൻ്റെ കീഴ് വരെ പൊട്ടി. മനസ്സിലായി. പിന്നെ ഇവിടെ ഇസ്ലാമാബാദ് തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ സോൺ, 7 ലെയർ സിസ്റ്റം. അത് ഒരു രീതിയിലും അവിടുത്തെ ചെക്കിങ് മറികടന്നിട്ട് ഒരുത്തൻ അവിടെ കയറാൻ പറ്റത്തില്ല. അപ്പോൾ അന്ന് നടന്നതെന്ന് പറഞ്ഞാൽ അവിടെ പൊട്ടിത്തെറിച്ചു. അവിടെ ഇതുപോലെ സ്വാഭാവികമായിട്ടുള്ള പൊട്ടിത്തെറി, കാറിടിച്ച് കയറ്റി, കാർ ബോംബ് ബ്ലാസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കണാവുണ ആൾക്കാരെല്ലാം മരിച്ചിരിക്കുന്നത്, വക്കീലന്മാർ, ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ വലിയ കേസാണല്ലോ, സംശയത്തിനകത്ത് മരിച്ചിട്ടുണ്ട്. അവർ വലിയ സ്പോൺ. അത് പാകിസ്ഥാനെ അമ്പരപ്പിച്ചു. പാകിസ്ഥാൻ എവിടെയും സേഫ് അല്ലെന്ന് പാകിസ്ഥാൻ മനസ്സിലായി. ഒരു സേഫ് സോൺ പാകിസ്ഥാനകത്തില്ല. കാരണം തെഹ്രീക്കെ താലിബാൻ ഖൈബർ പഖ്തൂൺ മേഖലയിലെ ഒരു ബോംബ് സ്ഫോടനം സൈന്യം വലിയ കാര്യത്തിൽ പറഞ്ഞ് ഞങ്ങൾ നിർവീര്യമാക്കിയാണ്. ആ നിർവീര്യമാക്കിയിട്ട് ഇങ്ങോട്ട് കഴിഞ്ഞാൽ പടവും നാണ്ട പൊട്ടുന്നു. അവിടെ അങ്ങ് പൊട്ടിക്കോട്ടെന്ന് അവന്മാർ വിചാരിച്ചാൽ പോരെ. അവിടെ നിരന്തരം പൊട്ടുമല്ലയോ, മാലപ്പടക്കം പോലെ പൊട്ടുമല്ലയോ.
അപ്പോൾ അവർ മിണ്ടാൻ പോയില്ല. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങളാ ചെയ്ത കേട്ടോ ചേട്ടാ, TTP എന്ന് പറയുന്ന സാധനമാണ് ചെയ്ത്, ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ ഉള്ളൂ, നിന്റെ പാർലമെൻറ്റ് ഒരുപോലെ ഉള്ളൂ, നിന്റെ ഈ പറയുന്ന നിയമസഭയായാലും കോടതി ആയാലും എവിടെ ഞങ്ങൾക്ക് ഒരുപോലെയുള്ള പൊട്ടിത്തെറിക്കും. അപ്പം അതാണ് രണ്ട് രാജ്യങ്ങൾ കത്തുന്നു. അവിടുന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. നിങ്ങൾ കേൾക്കേണ്ട കാര്യമാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. സാധാരണക്കാരൻ കടയ്ക്ക് ഷട്ടറിട്ട് വെക്കുക, വീട്ടിൽ പോയി അമ്മയെടുത്ത് ഒഴിക്കുക. ഇനി നമ്മൾ എന്നുവെച്ചാൽ പേടിച്ച് പാവത്തങ്ങൾ നമ്മൾ കളിയാക്കുമല്ല, കടയ്ക്ക് ഇട്ട് കുത്തനെ താന്നു. നമ്മളൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇവിടെ ബോംബ് പൊട്ടിയതേ ഉള്ളൂ, നമ്മളൊന്നും പറഞ്ഞില്ല. ഭൂട്ടാനിൽ വെച്ച് പുള്ളി പറഞ്ഞു ആരാണത്, എല്ലാ പ്രധാനമന്ത്രിയും പറയുന്നതല്ലേ ഉള്ളൂ, ആരാണ് കാരണക്കാരൻ എന്നുള്ളവർ ആണെങ്കിൽ അവൻ കൃത്യമായിട്ട് ഇതിനകത്ത് മറുപടി പറയേണ്ടി വരും. ഗൂഢാലോചന നടത്തിയിട്ടുള്ളവനും മറുപടി പറയേണ്ടി വരും. അതൊരു പ്രധാനമന്ത്രി പറയുമല്ലോ. അപ്പോൾ അവിടെ പൊട്ടിത്തെറിച്ചപ്പോഴും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സൈന്യത്തിനോട് പറഞ്ഞില്ലേ അടിയടാ, ഓർമ്മയില്ലേ പാകിസ്ഥാൻ്റെ ഷരീഫ് പറഞ്ഞില്ലേ അടിയടാ. അപ്പം അവിടെ ഷട്ടർ ഇട്ടു, ജനങ്ങൾ കടയടച്ചേക്കുക. അതീവ സുരക്ഷയല്ല, കടയടച്ച് ആരും പറഞ്ഞിട്ടല്ല തന്നെ, അവർ കടയടച്ച് തന്നെത്താനെ പോയേക്കുക. അങ്ങ് വരുന്നില്ല, കാരണം ഇപ്പോൾ ഉടനെ യുദ്ധം വരുമെന്ന്. എന്നിട്ട് ഓഹരി വലി താന്നു. പിന്നെ അവർ തയ്യാറെടുപ്പ് നടത്തുവാണ്. സൈന്യത്തെ എല്ലാം ഈ പറഞ്ഞ അതിർത്തികളെല്ലാം വിന്യസിച്ചിട്ടുണ്ട്. കാരണം അവിടെ നിൽക്കുക, നമ്മൾ ഇവനെല്ലാം എന്തെല്ലാം ചെയ്യുമെന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ ചെയ്യത്തുള്ളൂ. എവിടെയൊക്കെ അവൻ നിൽക്കുന്നതെന്നുള്ള കാര്യം അവിടെ ഇവിടെ ഇവൻ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഓങ്ങിയിട്ട് അവിടെ അടിക്കും. അപ്പം സൈന്യത്തെ എല്ലാം നിർത്തിയിരിക്കുകയാണ്. അപ്പം ആയുധങ്ങൾ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ ആയുധങ്ങൾ കൊടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഓപ്പറേറ്റർ, ഇതിൻ്റെ ഓപ്പറേഷൻ തുർക്കിയിൽ നിന്നായിരുന്നല്ലോ. തുർക്കിയിൽ നിന്ന് ഈ അർമേനിയ, അസർബൈജാൻ ബോർഡർ അല്ലെങ്കിൽ ഗ്രീസുകാർക്കെല്ലാം നമ്മൾ ഇതിന് ശേഷം വൃത്തിയായിട്ട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാശ് മേടിച്ചിട്ടുണ്ടെങ്കിലും ഒന്നാം തരം സാധനം, സൂപ്പർ ബ്രഹ്മോസുകളും എല്ലാം കൊടുത്ത് ഇങ്ങനെ നീക്കി വെച്ചേക്കുക. അപ്പോൾ അവിടുന്ന് ഇയാൾ ഒരു 20 സൈനികരെയും ഈ സൈനിക കാരിയർ, സൈനിക ഇതുക്കൾ പറക്കുന്ന വിമാനം, അത് മേപ്പോട്ട് പോയിട്ട് താപ്പോട്ട് വീണിട്ടുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് ആരാ അറിയത്തില്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് ചർച്ചയില്ല, കാര്യങ്ങളും ഇല്ല, ഒന്നുമില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയാണ്. തുർക്കിയുടെ സൈനിക വിമാനം തറയിൽ വീണിട്ടുണ്ട്, ഇത് മിസൈൽ ആക്രമണമാണ്, വെടിവെച്ചിട്ടതാണ്, ഇത് ആരാണോ ആരും ഏറ്റിട്ടുമില്ല, സ്വാഭാവികമായിട്ടുള്ള തകർച്ചയല്ല. അപ്പം പറഞ്ഞു വന്നത് 2-3 നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള രാജ്യങ്ങൾ അന്ന് തൊട്ട് കത്തുക. സിന്ദൂർ തുടങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ അതിനകത്ത് പടക്കം പൊട്ടിയിൽ നല്ല വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു പടക്കം അവൻ അറിയാതെ പൊട്ടിയാൽ അവിടെ പടക്കം പൊട്ടിയിൽ നടക്കുന്നു. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം വരാൻ പോകുന്നത് അടുത്ത ഇതിൻ്റെ തുടക്കം അതാണ്. ഇസ്രായേൽ വിമാനം അതിർത്തിയിൽ, അതായത് നമ്മൾ പറഞ്ഞില്ല ബംഗ്ലാദേശ് അതിർത്തിയിൽ ധന്യ നോക്കിക്കോ, ഇതിൻ്റെ തുടക്കം നമ്മൾ വിചാരിക്കും പാകിസ്ഥാനെ അടിക്കുന്നത്. പാകിസ്ഥാനെ ഊങ്ങിയിട്ട് ബംഗ്ലാദേശിനെ അടിക്കും. പാകിസ്ഥാനിലെ പോത്തിനെ ഊങ്ങി കാളെ അടിക്കുന്നില്ലേ, പാകിസ്ഥാനെ ഊങ്ങി ബംഗ്ലാദേശിനെ അടിക്കും. കാരണം ബംഗ്ലാദേശ് കഴിഞ്ഞ പ്രാവശ്യം ഉമറില്ല പറഞ്ഞതുപോലെ ചിലവന്മാർക്കുണ്ടല്ലോ ചുമ്മാതടി മേടിക്കുക എന്ന് പറഞ്ഞത്. ഒരു വൃത്തിയായിട്ടുള്ള ഒരു അടിക്കില്ല ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഈ സിന്ദൂറിൻ്റെ ഓപ്പറേഷൻ നടന്നപ്പോൾ ഇയാൾ അവിടുന്ന് ആദ്യമേ പ്രസ്താവന ഇറക്കിയായിരുന്നു, പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് കയറി ആക്രമിക്കും. അപ്പോൾ ഇന്ന് പാകിസ്ഥാൻ ഇപ്പോൾ ഇവിടെ IS പിന്നെ കഴിഞ്ഞ ദിവസം ഒരു പടക്കപ്പലൊക്കെ കൊണ്ടുവന്ന് ആദ്യമായിട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് വന്നിട്ടുണ്ട്, പടക്കപ്പലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഖൈബർ പഖ്തൂൺ മേഖലയിൽ നമ്മുടെ പന്നീരി വാരം കുഴിക്കുന്ന പോലെ കുഴിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടുവച്ചേക്കും. അപ്പം വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് കിട്ടിയ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം പാകിസ്ഥാൻ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നുള്ള രീതിയിലേക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രിസ്മസ് സമ്മാനമായിട്ടായിരിക്കും കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പം ക്രിസ്മസ് സമ്മാനത്തിനകത്ത് ഖൈബർ പഖ്തൂൺ പാകിസ്ഥാനിൽ ആഘോഷിക്കും. ഈ ഖൈബർ പഖ്തൂൺ മേഖലയിലും മറ്റ് പല മേഖലയിലും ഈ സാന്നിധ്യം, ഭീകര സാന്നിധ്യം വളരെ കൂട്ടുന്നുണ്ട്. അതിന് പാകിസ്ഥാൻ്റെ സഹായമുണ്ട്. അവർക്ക് AI സംവിധാനം വരെ കൊടുക്കുന്നുണ്ട്, ഈ പുതിയ ആധുനിക സംവിധാനം. അപ്പോൾ അവിടോട്ടായിരിക്കും വീഴുന്നത്. അതോടുകൂടി കഴിഞ്ഞ പ്രാവശ്യം സിന്ദൂർ ഓപ്പറേഷൻ ഈ യൂനസിന് പിടിച്ചിരിക്കാൻ വേണ്ടി ഒരു യുദ്ധത്തിനൊക്കെ പറഞ്ഞു. അവിടുത്തെ സൈന്യ മേധാവി പറഞ്ഞു, എൻ്റെ പൊന്നിയേട്ടാ എനിക്കറിയില്ല, ഞങ്ങളെ അവിടെ നിന്ന് ഇവിടെ വന്ന് പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ്, അവന്മാരെന്തുവാ ഏതാണെന്നൊക്കെ ഉള്ള കാര്യം നമ്മളത് ചുമ്മാതെ കയറി ചൊറിയും അടി മേടിച്ച് പൊച്ചം തിരി. നമുക്കാണെങ്കിൽ നിവൃത്തിയില്ലാത്ത അതുകൊണ്ട് അവിടെ നെല്ലിയുമ്മ എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ നിർത്തി അന്ന് ചൊറിയാൻ വന്നതാ. അപ്പോൾ അടുത്ത പ്രാവശ്യം അവന്മാർ ചൊറിഞ്ഞില്ലേലും അവിടെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ആ ട്രീറ്റ്മെൻറ്റോട് കൂടി ചിലപ്പം ഈ നേരത്തെ വ്യാജവാർത്ത എന്നൊക്കെ പറഞ്ഞ് നമ്മളും പേര് കേട്ടാൽ ഖൈബർ പഖ്തൂൺ മേഖല, ആ മേഖലയിലെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമൊക്കെ അന്ന് ഇതൊരു അവസരമാണല്ലോ, ഇതൊരവസരമാണ്, നമ്മളിത് മുതലാക്കണം. അതിനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഈ സൈലന്റ് വരാൻ പോകുന്ന ഒരു വയലന്റിന്റെ സൂചന മാത്രം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. കാരണം ഈ പുലി പമ്മുന്നത് ചാടാനാണ്, ലക്ഷ്യത്തിലേക്ക് ചാടാനാണെന്ന് പറയുന്നതൊക്കെ ഒന്നും മിണ്ടുന്നില്ല. ഇതുവരെ നരേന്ദ്രമോദി പറഞ്ഞത് ഭീകരാക്രമണമെന്ന്
ഇല്ല, അമിത് ഷാ പറഞ്ഞിട്ടില്ല. അമിത് ഷാ പറഞ്ഞു, ആരെങ്കിലും പറഞ്ഞു? നമ്മുടെ ഔദ്യോഗികമായിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. നടത്തിയിട്ടില്ല. നമ്മൾ പറഞ്ഞു ആരാണ് എന്താണ് നോക്കുവാണ് കണ്ടുപിടിച്ച ഗൂഢാലോചനക്കാരൻ ഉൾപ്പെടെ ഉള്ളത് നമ്മൾ പലിശ സഹിതം കൊടുത്തിരിക്കും. അത് മോദി പണ്ട് പലവട്ടം പറഞ്ഞപ്പോഴും ഉമ്മാർക്കറിയാം, അയാൾ ചുമ്മാതെ പറയത്തില്ല. അതെ. സർജിക്കൽ സ്ട്രൈക്ക് അറിയാം, അവിടെ കിട്ടിയത് ഇവിടെ കിട്ടിയതും പിന്നെ ഇപ്പൊ ബലാക്കോട്ട്, ഉറി, പുൽവാമ എല്ലാം അറിയാം. അപ്പൊ അത് ഈ കിട്ടിയില്ല വിമാനം കിട്ടിയില്ല വിമാനം വീണില്ല എന്നൊക്കെ ചുമ്മാ ഗമയ്ക്ക് പറയാം. അന്ന് കിട്ടിയവനല്ലേ എന്റെ ഗുണം അറിയത്തുള്ളൂ. പപ്പൂനെന്തും പറയാമല്ലോ. പിന്നെ മുനീറിന് ബംഗറിലിരുന്നാ മതിയല്ലോ. എന്നാലും മുനീറിന് ഇവിടെ ഒരു വെപ്രാളമുണ്ട്. പഴയ ബ്രഹ്മോസിന്റെ മൂടല്ലേ ഇയാളാണ് ഒരു ലക്ഷ്യം വയ്ക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഒരു അജ്ഞാത വന്നാ മതിയല്ലോ. മതി. ബ്രഹ്മോസിന്റെ മൂടല് ഇപ്പോഴത്തേനും അങ്ങ് മൂടലും ഇല്ല, വരുന്നത് പോലും അറിയാൻ പറ്റും. പുതിയ കോംപ്ലക്സ് ചെറുതാണ്, ആണ് സ്പീഡ് കൂടുതലാണ്, എന്നാൽ അവന്റെ പ്രകടനശേഷി അത് ആലോചിക്കുമ്പോഴായി കടകൂട്ടി പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഏതായാലും നമ്മൾ ചിരിക്കുന്നെങ്കിലും അർഹമായ അടി കിട്ടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. ചുമ്മാതെ അല്ല, ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇസ്രായേൽ വിമാനങ്ങൾ നമ്മൾ ഈ പറയത്തില്ല, ചില ഈ നമ്മുടെ തിരുവാഭരണം പോകുന്നതിന് മുമ്പ് കൃഷ്ണപ്പരുത് പറക്കുമെന്ന് പറഞ്ഞു. ഇതെവിടെ പറക്കുന്നോ അവിടെ പരിപാടി അവതരിപ്പിക്കും. ശരി എന്നാ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.